രേണു സുധി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ്സായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രേണു സുധിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക. എന്നെ സമൂഹം പിച്ച് ചീന്തിയ സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണു സുധിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല. കേവലം 1 വർഷം പോലും ആകാത്തൊരു വീട് ലീക്കായെന്ന് കേൾക്കുമ്പോൾ തീർത്തും അത് ദുഃഖമുണ്ട്. അത് വേഗം തന്നെ ക്രമീകരിക്കണം. നമ്മൾ വരത്തിലൊരു പന്തെടുത്തെറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു. കുറേ ഞാൻ കണ്ണുനീര് കുടിച്ചു, കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവരെന്നെ സമൂഹത്തിൽ വലിച്ചു എറിയാൻ ഇട്ടുകൊടുത്തു. അതുകൊണ്ട് ഇന്ന് എനിക്കിത് പറയേണ്ടതായിട്ട് വന്നു. സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ കരം കൊണ്ട് 1 രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമെൻഡേഷനുമായി എന്നെ ആ മതിലിടിഞ്ഞ് വീഴാൻ പോകുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം. അപ്പം അച്ഛനാണെങ്കിൽ ആദ്യം കൊടുത്ത ഒരു ചാനലിന്റെ ഇന്റർവ്യൂ എടുത്താണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഇപ്പോഴും ആ ചാനലിലെ തന്നെ ആദ്യത്തെ ഇതാണ് ഞാൻ പോർഷൻ എടുത്താണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 2 ചാനലിൽ 2 രീതിയിലാണ് ഈ അച്ഛൻ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, ഈ ബിഷപ്പ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങളല്ല അപ്പുറത്തെ ചാനലിൽ പറയുന്നത്. രണ്ടിനും ആരെയും ആടിന്റെയും വ്യത്യാസമുണ്ട്. രേണു സുധിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും വലിയ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ രേണു സുധി. അങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരെന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ഇൻസൾട്ട് ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും എനിക്ക് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല. എന്നെ പിച്ചി ചീന്താൻ ഇട്ടുകൊടുത്തു. അവര് സോഷ്യൽ മീഡിയയിൽ കൂടി എന്നെ പിച്ചി ചീന്താൻ ഇട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നല്ല രോഷാകുലനായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതേ അച്ഛൻ അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ഈ ക്ലാസ് എല്ലാം മാറി വേറൊരു അച്ഛനായിട്ട് മാറി. ആ സംസാരിച്ചതിനല്ല നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷെ രണ്ടിലും ഒരേ വാചകങ്ങൾക്കുള്ള ഉത്തരം രണ്ടും 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു സ്ഥലം കൊടുത്തു, അവർക്ക് നല്ലൊരു വീട് കിട്ടി. ആ സ്ഥലം കൊടുത്തതിൽ പിതാവിന് എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ കുറ്റബോധമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ എനിക്ക് കുറ്റബോധമില്ല. മറിച്ച് അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെ പറ്റി കുറ്റബോധമല്ല തോന്നുന്നത്. എന്നെ ഇങ്ങനെ വിമർശിച്ചല്ലോ, എന്നെ വിമർശിച്ച് ഞാൻ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനൊരു തക്കതായ ഉത്തരം രേണു സുധിയുടെ കുടുംബത്തിൽ നിന്ന് തക്കതായ ഒരു ഉത്തരം ഞാൻ പറയുന്ന പോലെ ഒരു ഡയറക്റ്റ് ആൻസർ കൊടുക്കത്തില്ലായിരുന്നു. എന്നെ പിച്ചി ചീന്തിയ സമയത്ത് ഞാൻ തുറന്നു പറയുന്നത് കൊടുക്കണം. എന്നെ സമൂഹം പിച്ചി ചീന്തിയ സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണു സുധിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് 100 ചോദ്യം ചോദിച്ചാൽ 100നും ആൻസർ ചെയ്യണം. ഒരു സോഷ്യൽ മീഡിയക്കാരെ പിണക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിലെനിക്ക് ദുഃഖമാണുള്ളത്. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് കുറ്റബോധമൊന്നും അല്ല തോന്നുന്നത്. പക്ഷേ ഇത് പറയാൻ വരുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഇവരെല്ലാം നിന്നു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ പിച്ച് ചിന്നായിട്ട് കൊടുത്തു. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഈ രേണു സുധി കാരണം എനിക്ക് മറ്റുള്ളവർക്ക് ഇനി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതിനൊരു കാരണക്കാരി രേണു സുധി തന്നെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ അപ്പുറത്തെ ചാനലിലെ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഒരിക്കലും സമൂഹത്തിൽ റെപ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ പേരെടുത്തവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ എന്നെ ഇങ്ങനെ സമൂഹത്തിൽ എറിയുക എടുത്തിട്ട് നമ്മൾ വരത്തിലൊരു പന്തെടുത്തെറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു. കുറേ ഞാൻ കണ്ണുനീര് കുടിച്ചു, കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഉള്ളിൽ ഒതുക്കാനേ പറ്റത്തുള്ളൂ. ആത്മരോഷം എനിക്ക് മനസ്സിലായി. അത് ഭയങ്കര ദുഃഖമുണ്ട്. അപ്പൊ ഇത് സമൂഹത്തെ നിങ്ങൾ അറിയിക്കണം. അവരുടെ കുടുംബത്തെ മുറിവേൽപ്പിച്ചാൽ പക്ഷെങ്കിൽ എനിക്കോ ഫിറോസിനോ 24 ചാനലിനോ ഒക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു കരുതൽ ഒരു വാക്കുകൊണ്ട് ഞങ്ങളെ പിച്ച് ചിന്തിയ സന്ദർഭങ്ങളുണ്ട്. 24 ചാനലിനെ പിച്ച് ചിന്തിയ ദിവസങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തുറന്നു പറയുകയാണ്. ഫിറോസിനെ പിച്ച് ചീന്തി, ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ പിച്ച് ചീന്തി. ഈ സമയത്ത് ഇവർ കൊടുക്കേണ്ട ഒരു ഉത്തരം ഈ നിമിഷം വരെ അവർ കൊടുത്തിരുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ അതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നില്ല. അച്ഛൻ കറക്റ്റായിട്ട് അച്ഛൻ്റെതായ വിഷമങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. തനിക്ക് പറ്റിയ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പോയിരുന്ന് കരയേണ്ട ഒരു അവസ്ഥ വരെ തനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അച്ഛന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് വികാരഭരിതനായിട്ടാണ് സംസാരിക്കുന്നത്. തനിക്ക് അത്രമാത്രം ഹർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ളതെന്നുള്ളതിന് തെളിവാണ് വികാരപരമായിട്ട് സംസാരിക്കുന്നത്. വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്നത്. അത്രയും മനസ്സിൽ വിഷമമുണ്ട്. ആ വിഷമമാണ് മുന്നോട്ടെടുത്ത് കാണിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, പക്ഷെ ഈ വികാരമോ ഈ വിഷമമോ ഒന്നുമല്ല അപ്പുറത്തെ വീഡിയോയിൽ പറയുമ്പോൾ അച്ഛൻ പറയുന്നത്. ഓക്കെ, അത് അച്ഛൻ അത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞതായിരിക്കാം.
ഇതിനെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ആ രണ്ടാമത് വന്ന ആ വീഡിയോയുടെ താഴെ മൊത്തം അച്ഛനെതിരെയുള്ള കമന്റുകളാണ് ഏറ്റവും കൂടുതൽ. ഒരു വെള്ളത്തിൽ ചവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ രണ്ട് ഇന്റർവ്യൂ ഒരുമിച്ച് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു, അച്ഛൻ രണ്ട് വെള്ളത്തിലാണോ ഈ ചവിട്ടുന്നത് എന്നുള്ളത്. എന്തായാലും ഞാൻ രണ്ട് ചാനലിന്റെയും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കണം. ഇത്രയും സംസാരിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വികാരതീർന്നായിട്ട് സംസാരിച്ചതിന് ശേഷം ഇനി പറയുന്ന വാക്കുകൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത്? ഈ അച്ഛനാണ് കറക്റ്റായിട്ട് ഈ പറയുന്ന വാക്കുകൾ അപ്പുറത്തെ വീഡിയോയിൽ വരുമ്പോൾ അത് നേരെ മറുകണ്ഠം ചാടിയ പോലെ, എന്നുവെച്ചാൽ ഈ പറഞ്ഞ രണ്ട് വെള്ളത്തിൽ ചവിട്ടിയ പോലുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഇനി അതുകൊണ്ട് ഇങ്ങനെ ഫെയിമിൽ നിൽക്കുന്ന, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സഹോദരിയുടെ ഒരു റീസൺ കാരണം, ഇവർ നിമിത്തം അത് തന്നെയാണ്, അങ്ങനെ തന്നെ ഒരിക്കലും ഇനിയും ഇങ്ങനെയുള്ള അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ അങ്ങനെയുള്ളവർക്കോ എന്നെ പോലുള്ള ബലഹീനരായിട്ടുള്ളവരിൽ നിന്നൊരു സഹായം എത്താൻ ഇവർ നിമിത്തം തന്നെ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയും. അത് അവരോട് പിണങ്ങിയിട്ടല്ല. ഈ പറയുന്ന ഈ രേണുസുതി കാരണമാണ് ഞാൻ ഇനി ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല, രേണുസുതിയാണ് അതിന് കാരണം എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത്, അതും നല്ല വികാരഭരിതനായി, ഞാൻ നേരത്തെ പറഞ്ഞ വികാരഭരിതനായിട്ട് തന്നെ ആ ദേഷ്യമെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഈ സഹോദരിയുടെ കാരണം കൊണ്ട് മാത്രം കലാകാരന്മാർക്ക്, എന്നുവെച്ചാൽ ഈ പ്രശസ്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, ഈ കലാകാരന്മാരെന്ന് പറയുന്ന എല്ലാവരും വലിയ കാശുകാരോ വലിയ ഒന്നുമല്ലായിരിക്കും. അവര് ഓരോ ദിവസം ബുദ്ധിമുട്ടി കഴിയുന്ന കലാകാരന്മാരും ഉണ്ട്. അവരെ പോലുള്ളവരെ പോലും ഞാൻ സഹായിക്കില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന് കാരണക്കാരി ഇന്ന ആളാണ് എന്നും തുറന്നു തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. ഈ ഇന്റർവ്യൂവിൽ രേണുവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് പേർക്ക് ഉപദ്രവമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫിറോസ് വീഡിയോ വെച്ച് കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഫിറോസ് പറയുന്നത് ഞാനും അത് നിർത്തിയത്. എന്താ വെച്ചാൽ അവർക്കൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതും അല്ലെങ്കിൽ അവരെ കുറിച്ച് നെഗറ്റീവ് വരുന്നതൊന്നും അവർക്ക് സമയമില്ല അത് നോക്കാൻ. അവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർ നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവർ പ്രഗത്ഭരായ വ്യക്തികൾക്ക്, അവർ പറഞ്ഞത് എടുത്തു പറയാൻ കാര്യം, പ്രശസ്തരായ വ്യക്തികൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ട് ഇവരെ എല്ലാവരെയും ബാധിക്കും. അത് ഇവരുടെ ബിസിനസ്സിനെയും ബാധിക്കും. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ നേരത്തെ ഫിറോസ് പറഞ്ഞു ഇനി വ്യക്തിപരമായിട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. ഈ കൂട്ടായ്മ ഇനി പ്രശസ്തരായ ആർക്കും, ഇനി അവർ ചെയ്യുമോ ഇല്ലയോ നമുക്കറിയത്തില്ല, അല്ലാതെ ചെയ്യുമായിരിക്കാം, പക്ഷേ പ്രശസ്തരായ ആർക്കും ഞങ്ങൾ ചെയ്യുന്നില്ല, അതിന് കാരണക്കാരി ഇന്ന ആളാണെന്ന് അത് ഫിറോസും പറഞ്ഞിരുന്നു. ഇപ്പോൾ അച്ഛനും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഷാജൻ സ്കറിയയുടെ ഗ്രൂപ്പിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആ മതിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്ന വീഡിയോ നാളെ വരും. ആ മതിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം. അവരത് പൈസ കൊടുത്ത് കെട്ടിച്ചല്ലേ? ആ മതിൽ കെട്ടിച്ച പൈസ ഷാജൻ സ്കറിയ കൊടുത്തു. അത് ഇടിഞ്ഞു വീഴുന്നതിന്റെ പടം അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളിത് കൊടുക്കണം. അപ്പൊ അവർ നാണക്കട്ടെ. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി, അവരിതിന്റെ പിൻപിൽ നിന്നു. 24 ചാനല്, ആർ ശ്രീകണ്ഠൻ നായർ സാർ, അവര് നാണക്കെട്ടു, ഞാൻ നാണക്കെട്ടു, ഫിറോസ് നാണക്കെട്ടു. ഇനി അതിനകത്ത് ആരൊക്കെ 1 രൂപ കൊടുത്ത് അവർക്കെല്ലാം ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വീടിന് ചുറ്റുമേല് കെട്ടിയിരിക്കുന്ന ആ ചുറ്റിനുള്ള കെട്ടാൻ പൈസ കൊടുത്ത് മറുനാടൻ മലയാളിയാണെന്നാണ് പറയുന്നത്. മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാജൻ സ്കറിയ ആണെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ എനിക്ക് ഉടനെ വരും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും വീഡിയോ ഇട്ട ആള് ഇനി ആ വീടിന്റെ മതിലിടിഞ്ഞ് വീണെന്ന് പറഞ്ഞ് വീഡിയോ ഇടും എന്ന് അറിഞ്ഞിരിക്കാം. അച്ഛൻ എങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല. അച്ഛൻ പറയുന്നത് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെയുള്ള സോഴ്സ് ഒന്നും ഇല്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ പറയുന്നത് ഉടനെ തന്നെ വീഡിയോ വരും. ആ വീഡിയോയിൽ ഷാജൻ സ്കറിയ പറഞ്ഞു കൊടുത്ത ആ മതിൽ പൊളിഞ്ഞു വീഴും. അപ്പോൾ ഷാജൻ സ്കറിയക്കാണ് ഇനി നാണക്കേട് വരാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് നാണക്കേടുണ്ടായി, ഫിറോസിന് നാണക്കേടുണ്ടായി, അതുപോലെ തന്നെ 24 ന്യൂസിലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർക്കും ഇനിയിപ്പം ശ്രീകണ്ഠൻ നായർ വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെയും ഒക്കെ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരെല്ലാം നാണം കെടും, ഇത് ശരിയായ പ്രവണതയല്ലെന്ന് നല്ല ഞാൻ പറഞ്ഞത് ആദ്യത്തെ അഭിമുഖമായതുകൊണ്ടും അത് ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ടും അപ്പോൾ വിഷമങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. ഇതിന് വേറെ വിപരീതമായിട്ടാണ് അപ്പുറത്തെ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. അത് എന്റെ കണ്ണു നിറയും. അത് പറയുമ്പോൾ എന്റെ കണ്ണു നിറയും. കാരണം ഞാനിവിടെ ഒരു ചെറിയ ഷെഡിലാണ് താമസിക്കുന്നത്. അവരെ മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ചോദിക്കുകയാണ്, ഇവര് മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഈ രേണുസുതി? മുടക്കമില്ലാതെ കൊടുക്കണം. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ്സായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരാധിക്കുന്ന ആരാധകരായിട്ടുള്ളവർ എന്നോട് വന്ന് പറയാം, ബിഷപ്പ്
ഈ മമ്മൂട്ടി സാറിന്റെ വീടിനടുത്ത്, മോഹൻലാൽ സാറിന്റെ വീടിനടുത്ത് ഒരു പ്ലോട്ട് ഞങ്ങൾക്ക് ഇന്ന വിലയ്ക്ക് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. ഒരിക്കൽ പോലും രേണു സുധിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാം. അപ്പോ കേട്ടല്ലോ അച്ഛൻ പറയുന്നത് അച്ഛന്റെ ബിഷപ്പ് ഹൗസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ രേണു സുധിയുടെ വീട് എന്ന് പറയുന്നത്, ഇവർ വെച്ചു കൊടുത്ത വീട് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് രേണു സുധിയുടെ അയൽവക്കത്ത് താമസിക്കാൻ ആരും വരില്ല എന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയുന്നത്. രേണു സുധിയാണ് അവിടെ താമസിക്കുന്നത് എങ്കിൽ എന്ന്. അപ്പോൾ അച്ഛന് അവിടുത്തെ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കൂത്തുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന കൂത്തുകളും കോപ്രായങ്ങളും ഒക്കെ അച്ഛനും ആരും കാണിച്ചു കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുവിന്റെ കാര്യത്തിലോ ഏതെങ്കിലും വീടിന്റെ കാര്യത്തിലോ ഒക്കെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാം. എങ്ങനെയാണെങ്കിലും അച്ഛൻ പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രേണു സുധിയുടെ വീടിനടുത്ത് താമസിക്കാൻ ഒരാള് പോലും വരില്ല. ഇത് നിങ്ങളിത് കട്ട് ചെയ്യാതെ കൊടുക്കാനുള്ള രീതിയിൽ തന്നെയാണ് അച്ഛൻ പറയുന്നത്. ഇത്രയും വികാരഭരിതനായിട്ട് സംസാരിച്ച ബിഷപ്പ് അപ്പുറത്തെ വീഡിയോയിൽ പോകുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ് ആയത് എനിക്ക് തോന്നുന്നു ഇനി ഒരു കോൺവെർസേഷനിലേക്ക് രേണു സുധിയെ കൊണ്ടുവിടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. എന്നാലും അച്ഛൻ ആ വീഡിയോയിൽ ആ ഒരു ചാനലിൽ വരുന്ന ഇന്റർവ്യൂവിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും വിട്ടു പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇപ്പം ഫിറോസിന്റെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള ചാനലുകാർ വെച്ചു കൊടുത്ത മറ്റുള്ള എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ വസ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം അതൊന്ന് കയറി കാണുക. ഞാൻ എന്തായാലും താഴെ ലിങ്ക് ഇട്ടേക്കാം. അതിലൊരുപാട് കമന്റുകളും വരുന്നുണ്ട് അച്ഛനെ കുറിച്ച്. അച്ഛൻ രണ്ടിടത്ത് രണ്ടാണ് പറയുന്നതെന്നൊക്കെ ഒരുപാട് കമന്റുകളും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ കൂടെ ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഇവർക്ക് സ്ഥലം കൊടുത്ത ശേഷം ഫാദറിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സോഷ്യൽ മീഡിയകളിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് രേണു സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് വസ്തു 2 കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിൽ വളരെ സംതൃപ്തനാണ്. അത് കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരാള് ദൈവം മുമ്പിൽ. എനിക്ക് ഒരു എളിയ സഹായം ചെയ്യാൻ പറ്റി, മറിച്ച് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്നോട് 1-2 കാര്യങ്ങൾ കേൾക്കുവാനിടയായി. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ രേണു സുധിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്തു എന്ന് ഒരു സംസാരം ഉണ്ടായി. അത് എന്നെ വളരെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പല സോഷ്യൽ മീഡിയകളിലൂടെ ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തു. ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുവല്ല ചെയ്തേക്കുന്നത്, ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. മെയിലിലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ എന്റെ സമ്മതത്തോടു കൂടെ ഞാൻ ദാനം ചെയ്തതാണ്. അതിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് നന്ദി. ഈ അച്ഛൻ തന്നെയാണ് കുറച്ചു മുന്നേ നമ്മൾ കണ്ട ആ മറ്റേ ചാനൽ ഇന്റർവ്യൂവിൽ നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട ഭാഗം, രേണു സുധി താമസിക്കുന്ന വീടിനടുത്ത് താമസിക്കാൻ ഒരാൾ പോലും വരില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ രേണു സുധി മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലെയൊക്കെ വലിയ സ്റ്റാറോ ഇതൊന്നും അല്ലല്ലോ അങ്ങനെ വെച്ചു കൊടുക്കാൻ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ അതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കേട്ടത് തന്നെ പിന്നെയും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അച്ഛന്റെ മുഖത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ പഴയ വികാരമൊന്നും, പഴയ ആദ്യം കൊടുത്ത ചാനലിന്റെ ഉണ്ടായിരുന്ന രോഷമോ വികാരങ്ങളോ ഒന്നുമില്ല. സോഫ്റ്റ് ആണ്, ആള് കൂളാണ്. രേണു സുധിക്ക് നല്ല ആരോഗ്യമുള്ള, കഴിവുള്ള, തന്റെ ഇടമുള്ള ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ കൊടുത്തേക്കുന്നത് 2 ഓർഫൻ കുട്ടികൾക്കാണ്. ഒന്ന് രേണു സുധിയുടെയും കൊല്ലം സുധിയുടെയും മകൻ എന്ന് പറയുന്ന രാഹുൽ ഒരു ഓർഫനാണ്. അപ്പനുമില്ല അമ്മയില്ല. രേണു സുധിയുടെ മകൻ ഋതുൽ ഒരു ഹാഫ് സെമി ഓർഫനാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തു. രേണു സുധി വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരിയാണ്. കാരണം ജീവിതത്തിലെ അവരുടെ പ്രാരാബ്ദങ്ങളിടയിലൂടെ അവര് സ്വയമേ ഇങ്ങനെ മറ്റാരും അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനില്ലാത്ത സ്ഥാനത്ത് അവർ സ്വയമേ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആൽബങ്ങളിലും വെബ് സീരീസുകളിലും അങ്ങനെയൊക്കെ മോഡലായിട്ടും ഒക്കെ അവരിങ്ങനെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് എനിക്ക് പറയാം. ആ കോൺഫിഡൻസ് വെച്ച് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻപോട്ട്. അപ്പോൾ അങ്ങനെ അവർ ബിഗ് ബോസിലേക്ക് ഏഷ്യാനെറ്റുകാര് അവരെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അതിലൂടെ അവർക്ക് ഉയരാൻ സാധിക്കുന്നെങ്കിൽ. അപ്പം ബിഗ് ബോസിലേക്ക് രേണു സുധി പോകുന്നു, അതിനെ കുറിച്ച് എന്താണെന്നാണ് അച്ഛനോട് അഭിപ്രായം ചോദിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോസിന്റെ ഫുൾ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കുറച്ച് കട്ടിങ്സ് മാത്രമേ ഞാൻ രണ്ടാമത്തെ ഒന്ന് തന്നെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ആ ലിങ്ക് എന്റെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ, നിങ്ങൾ കയറി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഉള്ള
ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ബിഗ് ബോസിൽ പോട്ടെ, നല്ലൊരു കലാകാരിയാണല്ലോ, നല്ല മോഡലാണ്, നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെളുപ്പിക്കലൊക്കെ ഉണ്ട്. ഈ ഇന്റർവ്യൂ മൊത്തം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും അച്ഛനായിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആങ്കർ അല്ലേ കേട്ടോ. അച്ഛൻ തന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ അച്ഛൻ ശരിക്കും അച്ഛന്റെ മനസ്സ് മൊത്തം തുറന്നു പറഞ്ഞ ഒരു ഇന്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്നാണ് നമുക്കിത് കണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കും അത് കയറി കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്കും രേണുസുധിയോട് രേണുസുധിയോട് യാതൊരു ശത്രുതയോ അല്ലെങ്കിൽ രേണുസുധി എങ്ങനെ ആയിരിക്കണം ഒന്നും നമുക്കില്ല. ഇപ്പൊ തന്നെ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ചാനലാണ് നമ്മുടെയും. നമ്മളൊന്നും വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നോക്കുന്നത്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്താണോ കാണിക്കുന്നത് അവിടെയും ഇതുപോലെ കോപ്രായങ്ങളൊക്കെയാണ് നമ്മൾ കോപ്രായം എന്ന് തന്നെ പറയും. അല്ല, അവിടെ നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ നല്ലത് എന്ന് പറയും. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ. എന്തായാലും ഇത് രണ്ടും, ഈ അച്ഛൻ പറയുന്ന രണ്ട് ചാനലിലെയും പറയുന്ന രണ്ടും വൈരുദ്ധ്യമുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കുറച്ച് കമന്റുകൾ, ഈ രണ്ടാമത്തെ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമന്റുകളുണ്ട്, ഞാനത് വായിച്ചു കേൾക്കും. ഒരാൾ പറയുന്നൊരു കമന്റ് ഉണ്ട്, ഈ അച്ഛൻ പല ഇന്റർവ്യൂവിലും പല തരത്തിലാണ് പറയുന്നതെന്ന്. ഫാദർ രാവിലെ ഒന്ന് പറഞ്ഞു, ഇപ്പോൾ മറ്റൊന്നും. അത് രാവിലത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കരുത് അച്ഛോ, ഓരോ ഇന്റർവ്യൂ ഓരോ രീതിയിൽ ഓരോ മറുപടി. കറക്റ്റാണ്. എനിക്കും അത് കണ്ടപ്പോൾ എനിക്കും ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അച്ഛൻ രണ്ട് ഇന്റർവ്യൂ രണ്ട് രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അച്ഛൻ എല്ലാ ബഹുമാനത്തോടും കൂടി പറയുന്നു, അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കരുത്. രാവിലെ ഒന്ന് പറയുന്നു, വൈകുന്നേരം മറ്റൊന്ന് പറയുന്നു. അച്ഛന് തെറ്റ് പറ്റിയതല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ ചെറ്റത്തരം കാണിച്ചിട്ടുണ്ട്. ആർക്കും ഇന്റർവ്യൂ കൊടുക്കാതിരുന്നാൽ പോരായിരുന്നു അച്ഛന്. ഞാനൊരു ക്രിസ്ത്യനാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ഫാദറിന് രാവിലെ വലിയ വായിൽ പറഞ്ഞത് ഇപ്പോഴാണ് ശരിയായത്. യേശുക്രിസ്തുവിനെ ഓശാന പാടിയവർ തന്നെ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ പറഞ്ഞു കാഹളം ഒഴുക്കിയെന്ന്. അത് ഞാനൊന്ന് തിരുത്തുന്നു. രാവിലെ ഒരാളെ കുറിച്ച് മോശം പറഞ്ഞിട്ട് വൈകിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇയാളെ അവർ കാണേണ്ട രീതിക്ക് തന്നെ കണ്ടിട്ടുണ്ട്, എന്നാലും നമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് പറയുന്നുണ്ട്, റെസ്പെക്ട് യു, പക്ഷേ നിങ്ങൾ രണ്ട് വള്ളത്തിലാണ്. സ്വർഗരാജ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അങ്ങ് ഒരു വള്ളത്തിൽ ചവിട്ടു. ഒന്നും കുറച്ചു കാണുന്നില്ല, പക്ഷേ ദൈവം പൊറുക്കില്ല എന്ന് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ഫാദറിന് അവിടുത്തെ ആരുമായും ഒരു ബന്ധവുമില്ല, പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. എന്താല്ലേ എന്നൊക്കെ പറഞ്ഞ അച്ഛനെതിരെ ഒരുപാട് കമന്റുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അത് അച്ഛൻ രാവിലെ പറഞ്ഞ ഇന്റർവ്യൂവും രണ്ടാമത്തെ ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവും തമ്മിൽ ആനയുടെയും ആടിന്റെയും വ്യത്യാസമുണ്ട്. അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കും രേണുസുധിയോട് അവരുടെ കുടുംബത്തിനോടൊന്നും നമുക്കും വലിയ ദേഷ്യമൊന്നുമില്ല. നമ്മൾ കിച്ചു വിട്ട വീഡിയോയിൽ ആ ഫോട്ടോ വെച്ചിരുന്ന കാര്യങ്ങളും ആ ഫോട്ടോയുടെ വിഷയങ്ങളിൽ തുടങ്ങിയതാണിത്. കൊല്ലം സുധിയുടെ ഫോട്ടോ ചാക്കിൽ കെട്ടിയ ആ ഒരു വിഷയത്തിൽ തുടങ്ങിയത്. രണ്ടാമത് രേണുസുധി തന്നെ ആ വീട് ചോരുന്നു എന്ന് പറഞ്ഞ് രേണുസുധി തന്നെ ഒരു മരുന്നിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ആ വീടിന്റെ ചോർച്ച എല്ലാവരും പറയുന്നുണ്ട്, അത് ചോർച്ചയല്ല, അത് എരിച്ചിലടിക്കുമ്പോഴാണ്. അത് നേരത്തെ വിളിച്ച് അവർ സംസാരിച്ചതാണ്. അത് 2500-3000 കൊടുത്ത തീരുന്ന കാര്യവുമാണ്. പക്ഷെ അതൊരു വലിയ ഇഷ്യൂ ആക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഈ ഉള്ള ഇഷ്യൂവിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിലേക്ക്. പക്ഷെ ഇത് രണ്ടും രേണുവിനെ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.